ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, തെറ്റാണ്. പിന്നെ നമ്മൾ ഈ പീഡന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല, അവരറിയില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്നൊരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ പ്രധാന നടികന്മാരെ സംവിധാനം തീരുമാനിക്കും. ചെറിയ വേഷം കിട്ടുന്നവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ടുവരും. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനം കാണുന്നത് സെറ്റിലാണ്, അതിനിപ്പോൾ അവർക്ക് കാണുകയില്ല. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ നായിക നടിയെ കുറിച്ച് പറഞ്ഞ ഉപനായിക നടിയാണെങ്കിൽ മനസ്സിലാക്കാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗച്ചോട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതിപ്പോ പിന്നെ ഒരാൾക്കെതിരെ ആരും ഉന്നയിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടുപിടിച്ചു. ഈ കുട്ടി ഈ സ്ത്രീ എന്തിനു മസ്കറ്റ് ഹോട്ടലിൽ പോയി? അത് പഴയ പ്ലേസ് അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണ് പോകാൻ ധൈര്യപ്പെട്ടു പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ആ ഹോട്ടൽ അയാൾ താമസിച്ച് ഓടിച്ച് പീഡിപ്പിച്ചുകൊണ്ട് എന്താ കുറ്റം? പീഡിപ്പിക്കാൻ സാധ്യതയുള്ള അറിയില്ലല്ലേ പോയത്? കേൾക്കാൻ പറ്റില്ല. അവസരം കിട്ടാൻ വേണ്ടി. അപ്പൊ ദാറ്റ് മീൻസ് അവര് അന്വേഷിച്ച് പോയതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ വെറുതെ കേൾക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. അത് ഇതിനൊരു കാലം ഇപ്പൊ ഇത് പറഞ്ഞത് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് ഭാവന എന്ന നടിയെ പിന്നെ നമ്മളിപ്പോ ആരോഗ്യ വിധേയനായിരിക്കുന്ന ഒരു വലിയ നടനാണ് മനസ്സിലാക്കണം. അതിന് ഇതും കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ എന്റെ ഒരു ചോദ്യം ഇതാണ്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് കാരണം എന്നെ സംബന്ധിച്ചോളം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരിക്കലും ഡയറക്ടർ എടുത്ത് വരാറില്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഷൂട്ട് ചെയ്യുന്നു, 4 നഴ്സസ് വേണം. അപ്പൊ നമ്മൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നഴ്സ് ബാക്കിൽ കൂടെ നടന്നു പോകണം. അങ്ങനെയൊക്കെയുള്ള അവരാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത്. ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 4 നഴ്സ് വേഷം അഭിനയിക്കാൻ 4 സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റോടെ പറയുന്നത്, ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 10 സ്ത്രീകളെ കൊണ്ട് നിർത്തും ഷൂട്ടിംഗ് സമയത്ത്. സ്റ്റുഡിയോയിലാണ് അവർ വരിക, സെറ്റിലാണ് അവർ വരിക. അപ്പൊ ഞാൻ അവരെ നോക്കിയിട്ട് മിക്കവാറും ഞാനായിരിക്കും എന്റെ അസോസിയേറ്റ് ആയിരിക്കും അവർ തീരുമാനിക്കുന്നത്. എന്റെ അസോസിയേറ്റ് പറയാം അവരെ ആ കുട്ടികളെ നോക്കി പറ്റിയ 4 പേരെ എടുക്കാൻ പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറാണ് പോയി ഇവരിൽ നിന്ന് 4 പേര് തിരഞ്ഞെടുക്കുന്നത്. ഡയറക്ടർക്ക് ജൂനിയർ ആർട്ടിസ്റ്റുമായി ഡയറക്ട് ഒരു സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് ആവശ്യമില്ല. പക്ഷെ ഇവിടെ ആരോട് ചോദിച്ചാൽ മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു പീഡനശ്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണന വരില്ല, അവര് സ്ത്രീകളല്ലേ? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണനയിൽ സ്ത്രീകൾക്ക് അതിക്രമം ആവില്ലേ? അവർ സ്ത്രീകളാവില്ലേ? നടിമാർ മാത്രമേ സ്ത്രീകളാവുള്ളൂ. ഞാൻ ഒരിക്കലും പിന്നെ എതിർക്കുന്നില്ല. ഇവര് ചെയ്തു ശരിയാണെന്ന് ന്യായീകരിക്കുക തെറ്റ് തന്നെയാണ്. മാഷ് ആദ്യം പറഞ്ഞത് ഹോട്ടലിൽ പോയത് ശരിയല്ല. ഒരു മൈക്ക് കൊടുക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഒരു ഹാൻഡ് മൈക്ക് കിട്ടോ? ഇതിനകത്ത് മൈക്കില്ല. സിദ്ദിഖ് വിളിച്ചു വരുത്തിയ രീതി ശരിയാണോ? സിദ്ദിഖ് വിളിച്ചു വരുത്തിയ രീതി ശരിയാണോ? ഒരിക്കലല്ല. ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല. തെറ്റ് ചെയ്യണ്ട. ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക്, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ നമ്മുടെ ശ്രീരേഖ എന്ന് പറഞ്ഞ ആ ബംഗാളികളെ ഒഴിച്ച് ബാക്കി എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. അവരൊരു വലിയ നടിയാണ്, എനിക്കറിയാവുന്നത്. അതൊരു വലിയ നടിയാണ്. ആ ബംഗാളി നടി മാത്രമാണ് ഒരു നടി, നമ്മൾ അറിയപ്പെടുന്ന ഒരു നടി എന്ന് പറയുന്നത്. മറ്റേ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അറിയപ്പെടുന്ന നടി മാത്രമേ ഉള്ളൂ. സാധാരണ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം ഉണ്ടായാലും പീഡനമല്ലേ? പീഡനമാണ് പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇവരെന്തിനാ ഈ ഒരു നടനെ അന്വേഷിക്കണം? അവർ സംവിധാനം എടുക്കാൻ പോകേണ്ടത്. അവരെന്തിനു ചാൻസ് നടന്നെടുത്ത് പോയി ഞാൻ ചോദിക്കുന്നത്. സിദ്ദിഖ് വളരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? സംവിധായകർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ. ചാർമിള പറഞ്ഞ ആരോപണം കേട്ടോ സാർ? നടി ചാർമിള പറഞ്ഞ ആരോപണം കേട്ടായിരുന്നു സാർ? ഹരിയാന
ഹരിഹരൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അങ്ങനെ ഒരു അറിവ് ഹരിഹരനെ കുറിച്ചില്ല, എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചാർമിള പിന്നെ ഒരു പ്രശസ്ത ആക്ഷൻ ഹീറോയായിട്ട് സ്നേഹത്തിലുണ്ടായിരുന്നു. അതിൽ പോയിട്ട് ആത്മഹത്യയിലൊക്കെ പോയത് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീകളെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എനിക്ക് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ചോദിക്കുക. കാരണം എൻ്റെ കാലത്ത് ഇങ്ങനെയല്ല. കാരണം അഭിനയിക്കാൻ വേണ്ടി നിർമ്മാതാവിനെ സമീപിക്കുന്നത് എന്നിട്ട് സിദ്ദിഖിന്റെ വിചാരിച്ചിരിക്കുന്നത് സിദ്ദിഖ് വളർത്തുന്നുണ്ടോ? അല്ല സാർ, സിദ്ദിഖ് പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ. അതേപോലെ ഒരു പാർട്ണർ ഒരുപാട് പാർട്ണർഷിപ്പിൽ വളർത്തുന്നത്. മറ്റേ ഒരു ഫേമസ് പ്രൊഡ്യൂസർ ഒന്നും അല്ല, ഈസ് എൻ ആക്ടർ. എങ്ങനെ സിനിമയിൽ കടന്നു കൂടണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി പല വഴികൾ തേടുകയും ചെയ്യുന്നവർക്ക് ഇത്തരത്തിൽ അപകടങ്ങൾ ചാടേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ അതിന് രക്ഷപ്പെടണം, അതിനെ അവർ പ്രിക്കോഷൻ എടുക്കണം. അല്ല സാർ, ഒരു നടൻ ഒരു ഓഫർ ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ട് താല്പര്യമുള്ള ഒരു ലേഡി അന്വേഷിച്ചു പോകുന്നതിന് എന്താണ് തെറ്റ്? അങ്ങനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ പീഡിപ്പിക്കണമെന്നുണ്ടോ? തെറ്റാണ്, സമ്മതിക്കുന്നത്. പക്ഷേ നടന്നിട്ടാണ് പോകേണ്ട ചാൻസ്. അതെന്റെ ചോദ്യം. സാറിന് നേരത്തെ പറഞ്ഞില്ലേ, നടന്മാരിപ്പം ഡയറക്ടർമാരെ സൃഷ്ടിച്ചു തുടങ്ങി. അതെ. ഒരു നടീനെ സൃഷ്ടിക്കാനാണോ? ചിന്തിക്കാൻ അവരെത്തിയിട്ടില്ല, ഒരിക്കലുമില്ല. സിദ്ദിഖിന്റെ പേരിൽ വന്നോളൂ, വലിയ താരങ്ങളുണ്ടല്ലോ. ഇപ്പോ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ്, കുറച്ചു കാലം സുരേഷ് ഗോപി, ഇപ്പൊ ഏകലവ്യൻ, കമ്മീഷൻ തുടങ്ങിയ പടങ്ങളൊക്കെ വന്ന കാലത്ത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി, ഒന്ന് തോന്നി ഞാനും ഒരു സൂപ്പറാണ്. അങ്ങനെ 3 സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങിയല്ല, പിന്തള്ളപ്പെട്ടു. അവർ 2 സൂപ്പർ സ്റ്റാർ സ്ഥാനത്ത് വന്നു. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും വഴി പരാതി പറയുന്നുണ്ടോ? ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാർ എല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെയധികം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും നടി വന്നിട്ട് ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറയുന്നുണ്ട്? എന്തുകൊണ്ടില്ല? ഇതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, തെറ്റാണ്. സിദ്ദിഖ് അങ്ങനെ ചെയ്തിട്ടുള്ളത് തെറ്റാണ്. മുകേഷ് ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. അവരെ രക്ഷിക്കാമെന്നല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് മലയാള സിനിമയല്ല, മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല. ഞാൻ പറയുമായിരുന്നു ഏതെങ്കിലും നടി ഇപ്പം തന്നെ WCC ഒരു കാര്യം മനസ്സിലാക്കാം. WCC രൂപവത്കരിച്ച അതിന്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. WCC ഞാൻ സപ്പോർട്ട് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ്. WCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടാണ് എന്നെ അഭിനന്ദിച്ചുകൊണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവൺമെന്റാണ്, ഈ കേരള ഗവൺമെന്റ്, അതായത് മുഖ്യമന്ത്രി പിണറായിയും കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലനുമാണ് ഈ WCCയുടെ വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാടുകയും ചെയ്തത്. അത് മനസ്സിലാക്കുക. ഹേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി ആദരണീയ പിണറായിയും സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ്. അപ്പോ അതിന് നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നടികൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെന്റാണ്. അത് നമ്മൾ അഭിനന്ദിക്കണം. മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കണം, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ അഭിനന്ദിക്കണം. പിന്നെ ആ റിപ്പോർട്ട് വന്ന് 4 വർഷം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. പുറത്തെടുക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. 4 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ്. അത് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുകയാണെന്നുള്ള അവർക്കറിയാം, എനിക്കറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായം അതിലെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായി പുറത്തു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജൂനിയർ ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ പരിഗണനയുണ്ടോ? അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ആയിരിക്കും ഫാക്ടറിയിൽ അംഗമാണ്.
ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പണ്ട് എക്സ്ട്രാ എന്നാ പറഞ്ഞിരുന്നത്, അറിയാം, എക്സ്ട്രാ നടി എന്നാ പറഞ്ഞത്. എക്സ്ട്രാ നടി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഞാൻ സിനിമ ചേരുമ്പോൾ എക്സ്ട്രാ എന്നാ പറഞ്ഞത്, എക്സ്ട്രാ വന്നിട്ടുണ്ടോ ചോദിക്കുന്നത്. പിന്നെ അവർ പരാതി പറഞ്ഞാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മാറ്റിയത്. ജൂനിയർ ആർട്ടിസ്റ്റ് കുറച്ച് ബഹുമാനമുള്ള നാമമാണ്, അത് മനസ്സിലാക്കുക. അതിൻ്റെ എക്സ്ട്രാ എന്നവർ വിളിച്ചത്. അപ്പം എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് സ്ത്രീ പീഡനത്തിൽ നമ്മൾ പറയുന്നു? അപ്പോൾ ഭാവനയുടെ കഥ മാറുക, ഭാവനയുടെ സംഭവിച്ചതാണ്. കാരണം അന്ന് ലാലിൻ്റെ വീട്ടിൽ വന്നു, എറണാകുളത്ത് MP ആയിരുന്ന തോമസ് വന്നു. ആ സമയത്ത് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഭാവന പോലീസ് റിപ്പോർട്ട് ചിലപ്പോൾ ഭാവന മിണ്ടാതെ പോയത്. ലാലിന്റെ വീട്ടിൽ വന്നപ്പോൾ MP ആണ്, എറണാകുളം MP ഉണ്ടായപ്പോൾ ഒരു നിയമപരമായ സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഭാവന റിപ്പോർട്ട് ചെയ്തത്. സോറി, അത് കണ്ടിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ അതിജീവിത ഒരു അതിജീവിത ഒരു നടി, അവരന്ന് പിന്നെ പോലീസ് പരാതി പറഞ്ഞത് എന്തുകൊണ്ടാണ് അവര് അവമാനിക്കപ്പെട്ടതിന് ശേഷം അവർ നേരെ നടൻ ലാലിന്റെ വീട്ടിൽ വന്നു. അവിടെ MP മിസ്റ്റർ തോമസ് വന്നു. ആ തോമസിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ആ നടി പരാതി കൊടുത്തത്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാവരുടെയും അതിൻ്റെ അവസരം കിട്ടണമെന്നില്ല, പരാതി പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം, ശാരദ അഭിപ്രായങ്ങളിൽ എല്ലാവരും കൂടെ കയറി യൂട്യൂബിൽ അവർ എഴുതുന്നുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് ആർക്കും ഏത് പട്ടിക്ക് കാട്ടിക്കാൻ പറ്റിയ കക്കൂസായിട്ട് മാറിയിട്ടുണ്ട്. ആർക്കെന്തും എഴുതാം, അതാണ് യൂട്യൂബിൻ്റെ അവസ്ഥ. പക്ഷേ ശാരദ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. അതായത് പണ്ടുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കൊടുത്തില്ല, മീഡിയയില്ലേ, നിഷേധിക്കാൻ പോകുന്നുണ്ട്. മീഡിയയിലില്ലേ, ചാനലുകളിൽ നടക്കുന്നില്ലേ. അപ്പൊ അതൊന്നും പുറത്തു വരില്ല. കാരണം നിങ്ങൾ പുറത്ത് വരുത്തുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളിലുള്ള സംഭവം പുറത്തു വരുത്തില്ല. സ്ത്രീയും പുരുഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഇത്തരം സംഭവം നടക്കാറുണ്ട്. സിനിമ മാതൃത്വമുള്ള കൂടുതൽ ജനപിന്തുണയുള്ള കലാവേദി ആയതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ പീഡനത്തെ ന്യായീകരിക്കുന്നില്ല. പിന്നെ ഇതിനൊരു മറുഭാഗം കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾ വിചാരിക്കും പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. പുരുഷ മേധാവിത്വം ഉണ്ട്, ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ 90-കൾക്ക് മുമ്പുള്ള കാലഘട്ടം, ഞാനൊക്കെ സജീവന്ന കാലഘട്ടത്തിൽ നായകനും തമ്മിലുള്ള പ്രതിഫലം വളരെ കുറവായിരുന്നു. വ്യത്യാസം നായകനും തമ്മിലുള്ള പ്രതിഫലങ്ങൾക്കിടയിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരാൾ 25,000 നായകൻ മേടിച്ചാൽ 15,000 നായകൻ വായിക്കും. ഇന്ന് 5 കോടി നായകൻ മേടിക്കുമ്പോൾ 10 ലക്ഷം പോലും നായകൻ കിട്ടുന്നില്ല. അത്ര വ്യത്യാസമുണ്ടാകും. പുരുഷ മേധാവിത്വം അവിടെയാണ് വന്നത്. ഇപ്പൊ നസീർ സാർ മേടിക്കുന്ന റെമ്യൂണറേഷൻ തൊട്ടടുത്ത റെമ്യൂണറേഷൻ ഷീല വാങ്ങിച്ചിരുന്നു. പിന്നെ അന്ന് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമ വന്നിരുന്നു. ഒരു പെണ്ണിന്റെ കഥ, സേതുമാധവൻ സംവിധാനം, ഒരു പെണ്ണിന്റെ കഥയും ഷീലയാണ് നായിക. പീഡിപ്പിക്കപ്പെടുന്നവരാണ്, സത്യനാണ് നായകൻ. നായകനെ പീഡിപ്പിക്കപ്പെടുന്ന നായികയാണ്. അവൾ തിരിച്ചൊന്ന് റിവൈവ് ചെയ്യുന്നതാണ്. ദ വിസിറ്റ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു അനുകരണമാണ് പടം. ഒരു പെണ്ണിന്റെ കഥ, ദ വിസിറ്റ് എന്നൊരു ഹോളിവുഡ് സിനിമ. അപ്പൊ അവിടെ അവസാനം ഈ ഷീല ആ കഥാപാത്രം വന്ന് റിവഞ്ച് ചെയ്യുന്നതാണ് പടം. എന്ന് പറഞ്ഞാൽ ആ വില്ലനുള്ള ഒരു പ്രതിനായകന്റെ വേഷമാണ് സത്യൻ അഭിനയിച്ചത്. ആ ചിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ഷീലയാണ്. മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായതിനു ശേഷം, ഒരാൾ മെഗയാണ് കേട്ടോ, തെറ്റിപ്പോയി, ഒരാൾ മെഗ, ഒരാൾ സൂപ്പർ, ഒരാൾ മെഗ വന്നതിന് ശേഷം ഏതെങ്കിലും നായകനെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മലയാളത്തിൽ? ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം
അതായത് നായകൻ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ നാട് വിട്ടു പോയി തിരിച്ചൊരു വലിയ ധനാഢ്യയായി തിരിച്ചു വരുന്നു. എന്നിട്ട് അയാളോട് റിവഞ്ച് ചെയ്തു, പ്രതികാരം ചെയ്തു. ഇങ്ങനൊരു കഥയിൽ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിക്കുമോ? സത്യൻ മാഷയുടെ ഉള്ളിൽ അതാണ് താരകഥാപത്യം പറഞ്ഞു മാളികഥ. അന്ന് സത്യൻ മാഷ് ഏത് കഥ അഭിനയിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അത് ഷീല ആ ഡയലോഗ് പറയാൻ പാടില്ല, അതെനിക്ക് മോശമാണ്, എൻ്റെ ഇമേജിനെ ബാധിക്കും എന്ന് ഒരിക്കലും സത്യമാഷ് പറഞ്ഞിട്ടില്ല. അനുഭവങ്ങൾ പാലിച്ചു കേൾക്കുന്ന സിനിമ നിങ്ങൾ കാണണം. സത്യൻ മാഷ് നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അനുഭവങ്ങൾ പാലിച്ചത്. അതിൽ അദ്ദേഹത്തിന് സുഹൃത്തായ ഒരു ചെറിയ വേഷമാണ് നസീർ സാർ ഇരിക്കുന്നത്. പ്രേമസുന്ദരി ഇരിക്കുന്ന ഒരു ചെറിയ വേഷം. സത്യൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല നസീർ സാർ പറഞ്ഞില്ല. അന്നവര് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് വിശ്വസിച്ചു, അവര് അനുസരിച്ചു. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ പുതിയ ഒരു കാലം വന്നിട്ടുണ്ട്. അത് പറയാം, ഇപ്പൊ വിൻസെന്റ് ജോസഫോ ടോവിനോ തോമസോ അങ്ങനെയൊക്കെയുള്ള നടന്മാർ കുറെ വ്യത്യസ്തരാണ്. പുതിയ തലമുറ മാറിയിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയുള്ളൊരു ഒരു പീഡന കഥകളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. പക്ഷേ ഈ ഞാൻ പറയുന്നത് സംവിധായകരെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം, അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പൊന്നുമില്ല, പവർ ഗ്രൂപ്പിന്റെ കാലം അവർ സംവിധാനം തീരുമാനിച്ചു. അവർ സംവിധാനം ചെയ്യുന്ന അവർ തീരുമാനിക്കുന്ന സംവിധാനം കൊണ്ട് ശ്രീകുമാരനെ കൊണ്ട് ഉൾപ്പെടുകയില്ല. കാരണം ഞങ്ങൾ അച്ചടക്കത്തിൽ വിശ്വസിക്കുന്നവരാണ്, സംവിധാനങ്ങളെ വലുതെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം, ഇപ്പൊ നമ്മൾ WCC എന്ന സംഘടനയുണ്ട്. WCC പെട്ട 2-3 നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. അവരാരെങ്കിലും പരാതി പറയുന്നുണ്ടോ? സ്ത്രീ പീഡന പരാതി പറയുന്നുണ്ടോ? അപ്പൊ ഇപ്പോൾ നമ്മൾ പരാതി ഉന്നയിക്കപ്പെട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ ചെറുതായി കാണുന്നില്ല, അങ്ങനെ രക്ഷിച്ചിരിക്കണ്ട. ഞാൻ ചോദിക്കുന്നത് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും വഴി സ്വീകരിക്കുക, എങ്ങനെയെങ്കിലും ഒരു റോള് കിട്ടിയാൽ മതി എന്ന് സ്വീകരിക്കുമ്പോൾ അപകടങ്ങളുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞോളൂ. സാർ, ഈ താരാധിപത്യമാണോ മലയാള സിനിമയെ ഇത്രത്തോളം ദോഷകരമായി ബാധിച്ചത്? താരാധിപത്യമാണോ മലയാള സിനിമയെ ദോഷകരമായി ബാധിച്ചത്? തീർച്ചയായും മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി. എന്നെപ്പോലെ ഒരു വർഷം 2 പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, ഞാൻ നിർമ്മാതാവാണ്, 74 മുതൽ നിർമ്മാതാവാണ്. തിയേറ്ററുകൾ പറയുന്നത് സാറിലെ മമ്മൂട്ടിയെ പോലെ ആദ്യം സാധിച്ചല്ലേ, അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി മോഹൻലാൽ പടം വേണ്ടാന്ന് തിയേറ്റർ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിന്റെ പകുതിയാവും. അപ്പൊ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിന്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വായിക്കാം. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററിൽ, പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായിട്ടുള്ളത്. ക്രമാതിമാര് ബഡ്ജറ്റ് മാറുകയല്ലേ സാർ സിനിമയ്ക്ക്? ക്രമാതിമാര് ബഡ്ജറ്റ് കൂടും. അത് ബഡ്ജറ്റ് കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കാരണം എനിക്ക് എന്നെ പോലെ കണക്ക് പറയാൻ പലർക്കും പറ്റില്ല. ഞാൻ പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്ററാണ്. അതായത് ചന്ദ്രകാന്ത് എന്ന സിനിമ ഞാൻ തുടങ്ങും, എന്റെ ആദ്യത്തെ സിനിമയിൽ. നിങ്ങളൊക്കെ പഠിക്കാൻ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് പോലെ. ഞാൻ ചന്ദ്രകാന്ത് എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിന്റെ മൊത്തം ചെലവ് 2.25 ലക്ഷം രൂപയാണ്. 2.25 ലക്ഷം രൂപ. ഈ 2.25 ലക്ഷം രൂപ 1974 അന്ന് സ്വർണ്ണത്തിന് വില വളരെ കുറവാണ്. സ്വർണ്ണത്തിന് 300 രൂപ പവന്. അപ്പൊ അന്ന് അതിന് പ്രേംനസീർ വാങ്ങിച്ച വില 25,000 രൂപയാണ്. 25,000 രൂപ. അതായത് അന്നത്തെ നായകൻ, അന്നത്തെ സൂപ്പർ താരം, അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സൂപ്പർ താരം ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 10-1 പ്രതിഫലം വാങ്ങിച്ചത്. 10-1.
ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല. അവർ മേടിക്കുന്ന പ്രതിഫലം ഈ മുടക്കുമുതലിന്റെ 3-1 2-1 ആയില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കുന്നത്? വ്യവസായത്തെ ബാധിക്കും, നിർമ്മാതാവിനെ ബാധിക്കും, വ്യവസായത്തെ ബാധിക്കും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.